കോഴിക്കോട് മുഖ്യമന്ത്രിയുടെ വാഹനത്തെ പിന്തുടർന്നവരെ പോലീസ് പിടികൂടി. 5 പേരെയാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത്. ഇന്നലെ രാത്രി വെങ്ങാലിപ്പാലം മുതലാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തെ ഇവർ പിന്തുടർന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷനുണ്ട്. അനഘ, ഈ സംഘത്തെ പിടികൂടി വിട്ടയച്ചു എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കോഴിക്കോട് മുഖ്യമന്ത്രിയുടെ വാഹനത്തെ പിന്തുടർന്നവരെ പോലീസ് പിടികൂടി. 5 പേരെയാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത്. ഇന്നലെ രാത്രി വെങ്ങാലിപ്പാലം മുതലാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തെ ഇവർ പിന്തുടർന്നത്. ഇവരെ പോലീസ് പിടികൂടി വിട്ടയച്ചു എന്ന വാർത്തയാണ് പുറത്ത് വരുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷനാണ് ഉള്ളത്. അനഘ, എന്താണ് ഈ സംഘത്തിന്റെ ലക്ഷ്യം? ഇവരെ പിടികൂടി ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ. വെങ്ങാലിപ്പാലം മുതൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ ഉൾപ്പെടെ ആംബുലൻസിനെ കാറിൽ പിന്തുടരുകയായിരുന്നു. ഈ നസീബ്, ജ്യോതിദസ്, മുഹമ്മദ് ഹാരിസ്, ഫൈസൽ, അബ്ദുൽ വാഹിദ് തുടങ്ങി 5 പേരാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മറ്റൊരു കാറിൽ പിന്തുടരുന്നത്. പിന്നീട് നടക്കാവ് എത്തിയതിനു ശേഷം ഇവരുടെ കാറ് പോലീസ് തടഞ്ഞു നിർത്തുകയും ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കൃത്യമായി ഇവരെ ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് ഒരു വോക്കി ടോക്കി ലഭിച്ചിരുന്നു. ആ സമയം ഇവർ ചോദ്യം ചെയ്തപ്പോൾ ഈ പോലീസിനോട് പറഞ്ഞിരുന്നത്, അതായത് തങ്ങൾക്ക് നഗരത്തിൽ തിരക്കുണ്ടാകും, അപ്പോൾ ഈ രീതിയിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ തിരക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ തിരക്കിൽ പെട്ടെന്ന് തങ്ങൾക്ക് എത്താൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, ഇവർ നിർമ്മാണ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരാണ്, അതുകൊണ്ടാണ് തങ്ങളുടെ കയ്യിൽ വാക്കി ടോക്കി ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. മറ്റൊന്ന്, പോലീസിനുണ്ടായ സംശയം, ഈ വാഹനത്തിന് നമ്പർ പ്ലേറ്റും മറ്റുമൊന്നും തന്നെ ഇതിന് കാറിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു, പക്ഷേ പുതിയ വാഹനമാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ അത് പതിക്കാതിരുന്നത് എന്ന് കൂടി ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും പോലീസ് കൃത്യമായി ഇവരെ ചോദ്യം ചെയ്തു. മറ്റു ദുരുദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോഴിക്കോട് സ്വദേശികളായിട്ടുള്ള ഈ 5 പേരെയും പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. രാഖി, മുഖ്യമന്ത്രിയുടെ വാഹനത്തെ പിന്തുടർന്നവരെ പോലീസ് പിടികൂടി ജാമ്യത്തിൽ വിട്ടയച്ചു എന്ന വാർത്തയാണ് കോഴിക്കോട് നിന്ന് പുറത്ത് വന്നത്. അനഘ ഹർഷനാണ് വിശദാംശങ്ങൾ നൽകിയത്.